യുക്രൈനിൽ ചരക്ക് കപ്പലിന് നേരെ റഷ്യൻ ആക്രമണം. 10 കപ്പൽ ജീവനക്കാർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ കാസർഗോഡ് സ്വദേശിയുമുണ്ട്. ആക്രമിക്കപ്പെട്ടത് ഗോൾഡൻ ലിയോ എന്ന മുംബൈ ബന്ധമുള്ള കപ്പലാണ്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് അശ്വജിത് സിയും കാസർഗോഡ് നിന്ന് സാരംഗ് സുരേഷും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. അശ്വജിത്ത്, എപ്പോഴായിരുന്നു ഈ ആക്രമണം? എന്താണ് സംഭവം? ആര്യ, കഴിഞ്ഞ കുറച്ച് ദിവസമായി ഒഡേസ മേഖലയിൽ, അതായത് ഉക്രൈനിലെ ഒരു തുറമുഖ പ്രദേശമായി ഒഡേസ മേഖലയിൽ വലിയ സംഘർഷമാണ് നടന്നു വന്നിരുന്നത്. റഷ്യൻ ആക്രമണം അതിരൂക്ഷമായിരുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലായി ആക്രമിക്കപ്പെട്ടത് ഇന്ത്യൻ ബന്ധമുള്ള മുംബൈ ആസ്ഥാനമായ ഒരു കമ്പനിക്ക് കൂടെ ബന്ധമുള്ള കപ്പലാണ്. ആ കപ്പൽ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ വലിയ ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നത്. അതിൽ ഏതാണ്ട് 18ഓളം ജീവനക്കാരുണ്ടായിരുന്നു. ആ 18 പേരിൽ 10 പേരും മരിച്ചു എന്ന വളരെ സങ്കടകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ 10 പേരിൽ മരിച്ച 10 പേരിൽ മലയാളിയും കാസർഗോഡ് സ്വദേശിയായ ഒരു നാവികനും ഉൾപ്പെടുന്നു എന്നതാണ് മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത. ഏതായാലും ഈ ആക്രമണം ഉണ്ടായത് കഴിഞ്ഞ മണിക്കൂറുകളിലാണ്. കഴിഞ്ഞ 4-5 മണിക്കൂർ മുമ്പാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നാണ് ഈ വാർത്തകൾ പുറത്തു വരുന്നത്. ഏതായാലും അതിരൂക്ഷമായ സംഘർഷമായിരുന്നു ആ മേഖലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. അതിൻ്റെ തുടർച്ചയായ ഒരു ആക്രമണമാണ് റഷ്യ നടത്തിയിട്ടുള്ളത്. ഈ ഒഡേസ തുറമുഖ പ്രദേശത്തിനോട് ചേർന്ന് നങ്കൂരമിട്ടിരുന്ന ഒരു കപ്പലാണ്. അത് ചരക്ക് നീക്കത്തിന് ഉപയോഗിക്കുന്ന ഒരു കപ്പലാണ്. ഓയിൽ ടാങ്കർ എന്ന തരത്തിൽ ആദ്യം വാർത്ത വന്നിരുന്നുവെങ്കിലും ഇത് ചരക്ക് കൊണ്ടുപോകുന്നതിനുള്ള കപ്പലെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ കപ്പലിന് നേരെ മിസൈൽ ആക്രമണമാണ് റഷ്യ നടത്തിയത്. അതിൽ 2 മിസൈലുകൾ ഈ കപ്പലിനുള്ളിൽ പതിച്ചുവെന്നും അതിനെ തുടർന്നുണ്ടായ തീപിടുത്തവും തുടർന്നുണ്ടായ സ്ഫോടനങ്ങളുമാണ് ആ കപ്പലിൽ ഇത്രത്തോളം വലിയ, അല്ലെങ്കിൽ 10 പേരുടെ ജീവനെടുത്ത സംഭവത്തിലേക്ക് നയിച്ചത്. ഏതായാലും ഈ ബ്ലാക്ക് സീ മേഖലയിൽ വലിയ സംഘർഷമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി തുടർന്നുകൊണ്ടിരിക്കുന്നത്. ആര്യ, ശരി, നമുക്ക് കാസർഗോഡേക്ക് കൂടി പോവാം. കാസർഗോഡ് സ്വദേശിയും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. സാരംഗ് സുരേഷ് ഉണ്ട്. സാരംഗ്, ഇപ്പോൾ കാസർഗോഡ് സ്വദേശിയുണ്ട്, അതുൽ എന്നാണ് പേരെന്നറിയുന്നു. മറ്റു വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? എത്ര കാലമായി യുക്രൈനിൽ ഈ കപ്പലിൽ ജോലി ചെയ്തു വരികയായിരുന്നോ? ഈ യുവാവ് 5 വർഷക്കാലമായി മറൈൻ വിഭാഗത്തുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്തു വരുന്ന ഒരാളാണ്. മർച്ചന്റ് നേവിയിൽ ജോലി ചെയ്തിട്ട് വരുന്ന ഒരു യുവാവാണ്. വലിയ ദുഃഖം തന്നെയാണ് നാട്ടുകാരെ സംബന്ധിച്ച്, കുടുംബത്തെ സംബന്ധിച്ചുള്ളത്. അല്പസമയം മുൻപാണ് ബന്ധുക്കൾ ഈ വിവരം അറിഞ്ഞത്. മാതാപിതാക്കൾക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് അവരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. അഖിൽ ജോയൻ കല്യാണമടക്കം നിശ്ചയിച്ചുറപ്പിച്ച യുവാവാണ് എന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. നിശ്ചയമടക്കമുള്ള തയ്യാറെടുപ്പുകളിലേക്ക് കടക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ ദാരുണാന്ത്യം ഉണ്ടാകുന്നത്. തെക്കൻ തുറമുഖമായ ഒഡേസയ്ക്ക് സമീപം വെച്ചാണ് ഈ കപ്പൽ ആക്രമിക്കപ്പെടുന്നത്. 10 പേരാണ് അപകടത്തിൽ കൊല്ലപ്പെടുന്നത്. അതിൽ ഇന്ത്യയിൽ നിന്നും സിറിയയിൽ നിന്നുള്ള ജീവനക്കാരുണ്ടായിരുന്നു. ഗിനിയ ബിസോവിന്റെ പതാക വഹിച്ചിരുന്ന ഗോൾഡൻ ലിയോ എന്ന കപ്പലിന് നേരെയാണ് 3 ക്രൂയിസ് മിസൈലുകൾ റഷ്യ തൊടുത്തുവിട്ടത്. അതിൽ 2 കപ്പലിനകത്തേക്ക് വീണ് പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. നാടിനെ സംബന്ധിച്ചും നാട്ടുകാരെ സംബന്ധിച്ചും ഒക്കെ തന്നെ വലിയ ആത്മബന്ധമുള്ള യുവാവായിരുന്നു. അതുകൊണ്ട് തന്നെ നാടിന് വലിയ വേദനയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ശരി.